എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ വീണ്ടും നാടകീയത. കോൺഗ്രസിനൊപ്പമുണ്ടായിരുന്ന ദീപ ഷാജി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അഴിമതി നടത്തിയ നഗരസഭാ ചെയർപേഴ്സൺ കലാരാജുവിനെ കോൺഗ്രസ് സംരക്ഷിച്ചതിലെ പ്രതിഷേധമെന്നാണ് ദീപ ഷാജി പറയുന്നത്. നിലവിൽ CDS ചെയർപേഴ്സൺ കൂടിയ ദീപയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വോട്ടാണ് LDF ലക്ഷ്യമിടുന്നത്. നേരത്തെ കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോയത് വിവാദമായിരുന്നു. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് ചെയർപേഴ്സൺ കലാരാജു റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കലാരാജു എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ചെയർപേഴ്സണായിട്ടിരിക്കണേ. അവർ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് പൈസ എടുത്തിട്ട് അടയ്ക്കാതെ വരികയും ഇവർ ഈ UDF വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചു. ഞാൻ UDF അപ്പോൾ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അവരാരും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. സംരക്ഷണം ഒരുക്കി എന്നാൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പൈസ അടയ്ക്കണ്ടേ? നമ്മൾ ഇത്രയും കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു 17 കുടുംബങ്ങളോളം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിലേക്കൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് ആരും തയ്യാറായില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സംരക്ഷിക്കാമെന്ന് തന്നെയാണല്ലോ. എൻ്റെ അംഗങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുള്ളൂ അതെന്തുകൊണ്ടാണ് ചെയർപേഴ്സൺ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. അപ്പോൾ അത് ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഇലക്ഷനിലേക്ക് വരുന്നത്. ഇനി ഒരു മത്സരരംഗത്തേക്ക് വേണ്ട എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനം. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ LDFിൻ്റെ കൂടെ ഒരു പ്രവർത്തനത്തിന് ഞാനില്ല. അതിപ്പോൾ അവർ എനിക്ക് അയോഗ്യത തന്നില്ലെങ്കിൽ പോലും ഞാൻ സ്വയം അതിൽ നിന്ന് ഞാൻ പിന്മാറി, മനസ്സുകൊണ്ട് ഞാൻ പിന്മാറിയ ആളാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് UDFിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നമ്മൾ ഒരിക്കലും നേരിടേണ്ടി വരികയില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ഒരുപാട് പ്രതികരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. സംഭവം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. കലാരാജു CPMലായിരുന്നു. CDSന്റെ കുറച്ച് പൈസ അടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആരോപണം. അതുമായി ബന്ധപ്പെട്ട് CDSന്റെ പൈസ തിരിച്ചടച്ചിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയും CDSന്റെ ചെയർപേഴ്സണുമായ ദീപ CPMലേക്ക് വരുന്നു. പൈസ അടിച്ചുകൊണ്ടുപോയി എന്ന ആരോപണം നേരിടുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തി എന്നതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്ന ആ കക്ഷി മറുഭാഗത്തേക്ക് പോകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അതായത് അഴിമതി നടത്തിയ നഗരസഭാ ചെയർപേഴ്സണായ കലാരാജുവിനെ കോൺഗ്രസ് സംരക്ഷിച്ചു എന്നുള്ളതാണ് ദീപ ഷാജിയെ പ്രകോപിപ്പിച്ചത്. ദീപ ഷാജി കോൺഗ്രസ് ആയിരുന്നു, CDSന്റെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു. ദീപ ഷാജി ഇപ്പോൾ LDFിന്റെ ഭാഗമായി മത്സരിക്കാൻ പോവുകയാണ്. നമുക്കിപ്പം ശരണുണ്ട്. ശരൺ, ഇതൊരു വല്ലാത്ത നാടകീയതയാണ് കോതമംഗലത്തുള്ളത്. കലാരാജു പക്ഷേ ഇത്തവണ മത്സരിക്കുന്നില്ല. തിരിച്ചടിയാകുമെന്ന് ഭയന്നിട്ടാണോ അതോ എന്താണ് അവർ മത്സരിക്കാത്തത്? കാര്യം LDFിന്റെ ഭാഗമായി നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ വരെ എത്തിയ ആളാണ്. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ദീപ ഇപ്പോൾ LDFിൽ മത്സരിക്കുന്നു. എന്തൊക്കെയാണ് കോതമംഗലത്ത് നടക്കുന്നത്? ശരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം CPM പരാതി നൽകിയിട്ടുണ്ട്. അരുൺകുമാർ, തീർച്ചയായിട്ടും അതായത് കൂത്താട്ടുകുളം നഗരസഭയിൽ നമുക്കറിയാം ഈ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്നും നാടകീയ രംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ ആദ്യം ഓർമ്മ വരിക കൂത്താട്ടുകുളം നഗരസഭയാണ്. എന്തായാലും നേരത്തെ കലാരാജുവിനെതിരെ CPM പരാതി നൽകിയിരുന്നതാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള പരാതി നൽകിയിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ വീണ്ടും മത്സരിച്ച് ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അയോഗ്യയാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കലാരാജു എത്തിയിരിക്കുന്നത്. ഇതിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മൾ ട്വിസ്റ്റ് ഇപ്പോഴും കൂത്താട്ടുകുളം നഗരസഭയിൽ തുടരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അടിക്ക് തിരിച്ചടി എന്നോണമാണ് CPMന്റെയും നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ദീപ ഷാജിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ CDS ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് കലാരാജുവിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. അംഗങ്ങളുടെ പേരിൽ വായ്പ എടുത്ത ശേഷം അത് തിരിച്ചടച്ചില്ല, അങ്ങനെ 5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതികളൊക്കെയാണ് ഉയർന്നിരുന്നത്. ഇതിനിടയിലാണ് കലാരാജു കോൺഗ്രസിലേക്ക്, അതായത് കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദീപ ഷാജി LDF സ്ഥാനാർത്ഥി ആവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ കുടുംബശ്രീ പ്രവർത്തകരുടെ വോട്ട് പരമാവധി എത്തിക്കാൻ അല്ലെങ്കിൽ അനുകൂലമാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് LDF ഉള്ളത്. ആ ഒരു നീക്കമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ കലാരാജുവിനെതിരെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ പ്രചാരണായുധമാക്കി മാറ്റുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു കാലത്ത് CDS ചെയർപേഴ്സൺ ആയിരുന്ന ആൾക്കെതിരെയുള്ള വലിയ അലിഗേഷൻ അതിനെങ്ങനെ നേരിടണമെന്നുള്ള ചിന്തയിൽ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. എന്തായാലും ഈ നാടകീയ രംഗങ്ങൾ ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിക്ചർ അഭി ബാക്കി ഹേ എന്നുള്ളതാണ് കൂത്താട്ടുകുളത്ത് നിന്നും